ഹയർ സെക്കൻഡറി മേഖലയിൽ ഇനി സ്വാശ്രയ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകൾ മാത്രം. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഈ അധ്യയന വർഷം മുതൽ നാഷണൽ സർവീസ് സ്കീമിന് സർക്കാർ ഫണ്ട് നൽകില്ല. സ്വാശ്രയ NSS യൂണിറ്റുകളുടെ പ്രവർത്തനത്തിന് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും മറ്റു മാർഗങ്ങളിലൂടെയും ഫണ്ട് കണ്ടെത്തണമെന്ന് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നു. +1, +2 വിദ്യാർത്ഥികൾക്ക് നാഷണൽ സർവീസ് സ്കീമിൽ വോളണ്ടിയർമാരായി പ്രവർത്തിക്കണമെങ്കിൽ ഇനി മുതൽ 450 രൂപ വരെ ഫീസ് അടയ്ക്കണം. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഈ അധ്യയന വർഷം മുതൽ നാഷണൽ സർവീസ് സ്കീമിന്റെ സ്വാശ്രയ യൂണിറ്റുകൾ എന്ന തീരുമാനമെടുത്തതോടെയാണ് വിദ്യാർത്ഥികളിൽ നിന്നും പണം പിരിക്കുന്നത്. സർക്കാരിന്റെ സാമ്പത്തിക സഹായമില്ലാതെ PTA ഫണ്ടിൽ നിന്നോ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ സ്വാശ്രയ NSS യൂണിറ്റുകൾ പണം കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം. 7:5 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് നൽകിയിരുന്നത്. NSSന്റെ റെഗുലർ പ്രവർത്തനങ്ങൾക്ക് ഒരു വോളണ്ടിയറിന് 160 രൂപയും സ്പെഷ്യൽ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന ഒരു വോളണ്ടിയറിന് 300 രൂപയുമാണ് കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം നൽകി വന്നത്. അതേസമയം ഫീസ് നൽകി നാഷണൽ സർവീസ് സ്കീമിന്റെ യൂണിറ്റുകളിൽ പ്രവർത്തിക്കുമ്പോൾ വിദ്യാർത്ഥികളിലെ സേവന മനോഭാവം നഷ്ടപ്പെടുമെന്നാണ് ആക്ഷേപം. NSS വോളണ്ടിയർമാർക്ക് ഗ്രേസ് മാർക്കും അനുവദിക്കുന്നുണ്ട്. സ്വാശ്രയ NSS യൂണിറ്റുകൾ ആരംഭിക്കുന്നതോടെ പണം നൽകി ഗ്രേസ് മാർക്ക് നേടാമെന്ന അവസ്ഥയുണ്ടാകുമെന്നും വിദ്യാർത്ഥി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. സ്വാശ്രയ NSS യൂണിറ്റുകൾക്ക് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നതിന് വ്യക്തമായ മാനദണ്ഡങ്ങളില്ലാത്തത് അഴിമതിക്ക് കളമൊരുക്കുമെന്നും വിമർശനമുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.